ഗോപിയെ എന്താ ഇത്? ആരോടുള്ള വാശിക്കാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്? എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട. കല്യാണത്തിന് ഇനി അധികം നാളില്ല. ഇപ്പൊ തന്നെ എല്ലും തോലുമായി. വേണ്ടെങ്കി വേണ്ട. ദേ ഈ പാലെങ്കിലും കഴിച്ചു പോയി കിടക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പട്ടിണി കിടന്ന് ചത്താലേ അത്രയും നന്നായി എന്ന് തന്നെ കരുതുള്ളൂ. അല്ലാതെ ഇവിടെ ആരുടെ മനസ്സലിയൊന്നും കരുതണ്ട. പ്രായം അല്പം കൂടിയെന്നല്ലാതെ ബലരാമൻ എന്താണ് ഒരു കുറവ്? ഓ, ഇനി രാജകുമാരനെ വേണമായിരിക്കും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് നടക്കില്ല മോളെ. നീ എന്നും ഞങ്ങൾക്കൊരു ബാധ്യതയാ. അതൊന്ന് തലേന്ന് ഇറക്കി വെക്കണം. അതിന് വൈകിച്ചാ ശരിയാവില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വീട്ടുമുറ്റത്ത് വെച്ച് നീയും ബലരാമനും തമ്മിലുള്ള കല്യാണം നടത്തും. സാവിത്രി, അവൾ ഇടഞ്ഞു നിൽക്കുക. ഒരു കണ്ണെപ്പോഴും വേണേ. അവന്റെ കള്ളക്കളി വീടിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രക്ഷപ്പെടാൻ ആവുന്ന ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, പെട്ടുപോയി. ഒരു കണക്കിനെ നന്നായി. നീ ആരാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവളൊന്ന് ഭയക്കും. എവിടെ ഭയക്കാൻ? കൂളായിട്ടല്ലേ അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്ന ഭാവം പോലും കാണിക്കാതെ തിരിച്ചു കയറി. അതാണ് അവളുടെ ബുദ്ധി. നീ അങ്ങോട്ട് പ്രതികരിക്കായിരുന്നപ്പോ അവൾ ഇങ്ങോട്ടും അതേ നമ്പർ എടുത്തു. അത്ര തന്നെ. പക്ഷെ അർജുന, പന്തിപ്പോഴും നമ്മുടെ കോർട്ടിലാണ്. കല്യാണ ചെറുക്കന്റെ മരുമോനെന്ന നിലയ്ക്ക് നിനക്ക് ആ വീട്ടിൽ കൂളായിട്ട് കയറി ചെല്ലാം. അവളെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി ഈ വിവാഹം നടന്നാൽ പോലീസിനെയും കൂട്ടി ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ശരിക്കൊന്ന് വരട്ടണം. ഏറിയാൽ 2 ദിവസം. അതിനു മുമ്പ് ഈ വിവാഹം അവള് തന്നെ മുടക്കില്ലെങ്കിൽ എന്റെ പേര് നീ പട്ടിക്കിട്ടോ. ആഹാ, അർജുനോ? കയറി വരൂ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, ഇവിടെ അടുത്തൊരിടം വരെ വന്നപ്പോ ഒന്ന് കയറി വെച്ച് പോകാന്ന് കരുതി. അച്ചുവേട്ടനും രാമനോട് ഇല്ല. ദേഹണ്ണക്കാരെ ഏർപ്പാടാക്കാൻ പോയിരിക്കുക. വിവാഹത്തേതിയും അടുത്തില്ലേ? എനിക്ക് ഗോപിയെ ഒന്ന് കാണണമായിരുന്നു. അപ്പോ വെറുതെ കയറിയതല്ല. അന്ന് വന്ന് കണ്ടപ്പോ ഗോപിയോടൊന്നും സംസാരിച്ചില്ലെന്ന് അമ്മാവൻ ഒരേ പരാതി. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ പെൺകുട്ടിയോട് സംസാരിക്കാൻ അമ്മാവൻ എന്നെ തള്ളിവിടും. എന്നാ പിന്നെ ആ പരാതി അങ്ങ് തീർത്തേക്കാന്ന് കരുതി. ഞാൻ വിളിക്കാം. ആ, ഗോപിയെ എഴുന്നേക്ക്. ദേ അർജുനൻ വന്നിരിക്കുന്നു. നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ബലരാമൻ പറഞ്ഞേച്ചിട്ട് വന്നതാ. ഇത്രടം വന്നിട്ട് കാണാതിരിക്കണ ശരിയല്ല. ചിറ്റമ്മയോടെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് വേണ്ട കുട്ടി, ഇനി നീ എതിര് നിക്കല്ലേ. നിനക്കൊരു ദോഷം വരില്ല. ചിറ്റമ്മയല്ലേ പറയണത്. ചെന്ന് എന്തെങ്കിലും 2 വാക്ക് ആ കൊച്ചനോട് സംസാരിക്കേ. ഞാൻ പോയി അർജുന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പറ, എന്തിനിത്രയും ക്രൂരമായ നാടകം നീ കളിച്ചു? പോലീസുകാരിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ? അല്ല, നിനക്ക് സ്വയം രക്ഷപ്പെടാൻ. എന്നെ കരുവാക്കിക്കൊണ്ട് നിഷേധിക്കാൻ എനിക്കാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അതിബുദ്ധിയാ നിനക്ക്. എന്നിട്ടിപ്പം നിഷ്കളങ്കയായ കുടുംബിനിയാകാനുള്ള ശ്രമം. അവകാശം സ്ഥാപിക്കാനൊന്നും വന്നതല്ല ഞാൻ. ഒന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ഈ സാമർത്ഥ്യം കൊണ്ട് തകരുന്നത് എന്റെയോ നിന്റെയോ ജീവിതമല്ല. വർഷങ്ങളോളം വിവാഹ സ്വപ്നങ്ങളുമായി നടന്ന് സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തിയതിൽ മതിമറന്നു കഴിയുന്ന എന്റെ അമ്മാവന്റെ ജീവിതമാണ്. ഒരു ജ്യേഷ്ഠന്റെയും അച്ഛന്റെയും ഒക്കെ സ്ഥാനം കൊടുത്ത് ഞാൻ ബഹുമാനിക്കുന്ന ആ പാവം മനുഷ്യന്റെ ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കില്ല. മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണാണ് നീയെന്ന് ആ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഒരുപാട് പേരുടെ മനസ്സമാധാനം നീ നശിപ്പിച്ചു. നിന്റെ രക്ഷയ്ക്കായി പോലീസിൽ നീ കൊടുത്ത കള്ളവിലാസം കാരണം ആ വീട്ടിലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയുടെ വിവാഹം വരെ മുടങ്ങി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനും അതിന് കാരണക്കാരനായി. ഇപ്പൊ ഒന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ വിവാഹത്തിൽ നിന്ന് നീ പിന്മാറണം. മാറിയേ തീരൂ. സ്വയരക്ഷയ്ക്ക് വേണ്ടി നുണ പറഞ്ഞ് വിവാഹത്തിൽ വരെ എത്തിച്ച നിനക്ക് ഒരു വിവാഹം മുടക്കാനും അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതല്ല, ഇനിയും അതിബുദ്ധി കാട്ടാനാണ് ഭാവമെങ്കിൽ മുന്നും പിന്നും നോക്കില്ല. സകല തെളിവുകളുമായി കതിർ മണ്ഡപത്തിലെത്തും ഞാൻ. കഴിഞ്ഞോ? എങ്കിൽ ഞാൻ പറയുന്നതും കൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. കഴിഞ്ഞില്ലേ ഇന്റർവ്യൂ? അർജുനൻ നായർക്ക് ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ബലരാമനെ കണ്ടപ്പോ ഒരു നാടൻ കുടുങ്ങിയായിട്ട് തോന്നി. അനന്തരവൻ നേരെ മറിച്ചു. അതെ അതെ, വലിയ നാണക്കാരൻ അമ്മാവൻ. അതുകൊണ്ടാ എന്നെ പറഞ്ഞയച്ചത്. വിശദമായിട്ട് സംസാരിച്ച് ഗോപിയുടെ മനസ്സറിഞ്ഞിട്ടേ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് മനസ്സറിഞ്ഞോ? പിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബിനിയാകാൻ വീർപ്പൂട്ടി നിൽക്കുക പാവം കുട്ടി. കുഞ്ഞലക്ഷ്മി അമ്മ ഋഗ്വേദത്തിൽ വീട്. അയ്യോ, തൃപ്രയാർ, തൃശൂർ. കുഞ്ഞലക്ഷ്മി അമ്മ ഒന്ന് എഴുതിയതല്ലേ? ആ കുഞ്ഞലക്ഷ്മി അമ്മ അല്ല, ഈ കുഞ്ഞലക്ഷ്മി അമ്മ. ഇത് വേറെ കുഞ്ഞലക്ഷ്മി അമ്മ. അയ്യോ ബലരാമ, പൂക്കാട്ടെ പാച്ചുമാവൻ എഴുതാൻ മറക്കണ്ട കേട്ടോ. ഇനി ഒരു മാമനും എഴുതുന്നില്ല. ഇപ്പൊ തന്നെ 500-ന് മേളിലായി.
ചെറുക്കൻ വീട്ടുകാരുടെ എണ്ണം കണ്ട് പെണ്ണു വീട്ടുകാരുടെ കണ്ണ് എള്ളിപ്പോവും. ചേടാ എന്ന് വെച്ച് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂ? പാവം ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും, എന്തിനാ എന്റെ ദേവകി ബലരാമനെ എങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണേന്ന്. എന്നാ പിന്നെ അങ്ങേരോട് പറയൂ എന്നെ വന്നൊന്ന് പിടിച്ചിരുത്താൻ. ആ അതെ വന്നല്ലോ എന്റെ മരുമോൻ. അർജുന, നിന്റെ ലിസ്റ്റിലുള്ളവരുടെ പേര് പറഞ്ഞോ. 50 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ അമ്മാവന് ആകെ ഉഷാറിലാണല്ലോ. പിന്നല്ലാതെ ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ വന്നൊരു തോന്നൽ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഈ അവസ്ഥയിൽ എത്തുമ്പോഴേ നിനക്കതിന്റെ ത്രില്ല് മനസ്സിലാവും. അമ്മാവന്റെ ഈ ത്രില്ല് കാണുമ്പോ എനിക്ക് സുഗുണൻ സാറിനെയാണ് ഓർമ്മ വരുന്നത്. സുബേദാർ സുഗുണനോ? അല്ല, സൂപ്രണ്ട് സുഗുണൻ സാർ. ഓഹോ. ഇത് തന്നെ പ്രശ്നം. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്തൊരു ഇളക്കമായിരുന്നു. ഓഫീസിൽ കയറി ചെന്നാൽ പെണ്ണിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. കഷ്ടം. കല്യാണത്തിന്റെ തലേ ദിവസമാ സുഗുണൻ സാർ ആകെ തകർന്നു പോയത്. എന്തിന് തകരണം? എന്തിനെന്നോ, കല്യാണത്തിന്റെ തലേ ദിവസം ഉച്ചയ്ക്കാണ് അറിയുന്നത് പെണ്ണിന്റെ 2ാം കെട്ടാണെന്ന്. തകരാതിരിക്കൂ. എടി ഭയങ്കരേ. പക്ഷേ സുഗുണൻ സാർ പതറിയില്ല. അവിടെയാണ് ഞങ്ങൾ എല്ലാവരും സുഗുണൻ സാറിനെ സമ്മതിച്ചു കൊടുത്തത്. അതെന്താ? പെണ്ണ് വീട്ടിൽ പോയി ചോദിക്കാനൊന്നും നിന്നില്ല. നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി താരി കെട്ടി. നിർത്തടാ, നിനക്ക് വേറൊന്നും പറയാനില്ലേ? അവൻ പറയട്ടെ ചേച്ചിയമ്മേ, മനുഷ്യരുടെ ഓരോ അവസ്ഥയെ. നീ എഴുത്. സപ്പോസ് അമ്മാവന് ഈ അവസ്ഥ വന്നാൽ അമ്മാവൻ എന്ത് ചെയ്യും? അറിയാമല്ലോ. എനിക്കാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിങ്ങളോട് ആരോടും ചോദിക്കാതെ ഈ ഉത്തരത്ത് ഞാൻ കെട്ടിയാന്ന് ചാകുവടാ. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്ന. ഗോപികേ, ഗോപികേ. ഈശ്വരൻ കാണുന്നില്ലല്ലോ. എല്ലായിടത്തും നോക്കി ഒരിടത്തും കാണാനില്ല. കാണാനില്ലെന്നോ? കഴിവറ മോളെ, നീ പിന്നെ എന്തെടുക്കായിരുന്നടി? ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേൽ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ? ഈശ്വര, കല്യാണത്തിന് ദിവസങ്ങളേ ഉള്ളൂ. ആ വീട്ടുകാരോട് എന്ത് സമാധാനം പറയൂ? നീ ചത്തുപോയതാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ നാണക്കേടായി. താൻ ടെൻഷൻ അടിക്കാതോ, നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം ചെറുക്കന്റെ വീട്ടുകാരത് അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിജയനോടല്ലാതെ പുറത്ത് ആരോട് ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. ആ എന്നാ ചെല്ല്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. എന്നാ ശരി. ശരി. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ ഡോണ്ട് വറി. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മറ്റവനല്ലേ ആ മതിലടി വന്നവൻ? അവൻ തന്നെയാണോ? ശരിയാ, അവൻ തന്നെയാ. അരേ, ഈ അമ്പാടി വീട് എവിടാന്നറിയോ? ദേ ആ വഴിക്ക് പോയാ മതി. അർജുന, എന്നാ തോന്നുന്നു. അർജുന, അവിടെ നിൽക്കേ.